കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദൈവമുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവ്. അവിടുന്ന് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ജീവനും ജീവശ്വാസവും പ്രദാനം ചെയ്യുന്നു. അവിടുത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്കായി വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും അവിടുന്ന് ഒഴുക്കുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17 പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം: നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല. നിനക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. സ്നേഹമുള്ളവരെ, എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും നന്ദി പറഞ്ഞാലും തീരാത്തത്ര സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടി, നിന്റെ സകല പാപങ്ങൾക്കും പരിഹാരമായി നിന്നെ രക്ഷിക്കുവാൻ സ്വന്തം പുത്രനെ തന്നെ കാൽവരി കുരിശിൽ യാഗമാക്കി നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട. സ്നേഹമുള്ളവരെ, നമുക്കൊരു ദൈവമുണ്ട്. ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഈ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെല്ലാം സാധ്യമാകും. നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ ദൈവം എടുത്തുമാറ്റും. വിശ്വാസത്താൽ നമ്മുടെ അനുഗ്രഹത്തെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരം തകരാതെ ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരം തകരാതെ നിർത്തിയിടും. കർത്താവായ യേശു നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി അവിടുത്തെ അഭിഷേകത്താൽ നിറയപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ നയിക്കുവാനായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയായിരിക്കണമേ. ഹല്ലേലൂയ.
പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിറുത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടും. ഹല്ലേലൂയ. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിറുത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു എന്നെ ശക്തനാക്കും എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. കർത്താവായ യേശു തന്റെ രക്തം മറുവിലയായി നൽകി നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു. അവിടുന്ന് സ്വർഗീയ പദവിക്ക് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തു. അവിടുത്തെ വാഗ്ദാനം നമ്മിൽ നിറവേറ്റുവാനായി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിനോട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ഈ നിമിഷം നമുക്ക് പറയാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ആമേൻ. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഹല്ലേലൂയ. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിറുത്തിയിടും. ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവായ ദൈവം മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.